നിലപാടുകളുള്ളൊരു വൈദികൻ തന്നെയാണ് ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുകയും നെഗറ്റീവ് കമൻസിനോട് ഞാൻ കാര്യമായിട്ട് പ്രതികരിക്കാറില്ല. കാരണം എന്നെ അറിയുന്നവർക്ക്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക്, ഞങ്ങളുടെ വൈദിക സുഹൃത്തുക്കൾ പലരും അവിടെ നിന്ന് കൈ ഉയർത്തി കാണിക്കാൻ തുടങ്ങി. എല്ലാവരും മെസ്സേജ് കാണിക്കാൻ തുടങ്ങി. എൻ്റെ കഴിവോ എൻ്റെ മികവോ ഒന്നുമല്ല, തമ്പുരാൻ എന്നെ ഈ വഴി നടത്തിയിട്ടുണ്ട്. സഭ നൽകേണ്ട ഒരു ദർശനം എന്ന് പറയുന്നത് ദ കമ്പാഷനേറ്റ് ഫേസ് ഓഫ് ക്രൈസ്റ്റ്. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും അവലംബിച്ചിരുന്ന ശൈലിയുണ്ട്. തുറവിയോടെ സംവദിക്കാനും എളിമയോടെ ശ്രവിക്കാനും സ്വീകരിക്കാനും തയ്യാറാകുന്ന ഒരു സഭ. നമസ്കാരം. ഗൾഫ് മേഖലയിലെ സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന ശുശ്രൂഷയിൽ വത്തിക്കാൻ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറലായ ഫാദർ ജോളി വടക്കനെ നിയമിച്ച വിവരം സീറോ മലബാർ സഭ ഒന്നാകെ വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സീറോ മലബാർ വിശ്വാസികൾ, ഗൾഫ് മേഖലയിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് അവരുടെ അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നിയമനം കൂടിയാണിത്. ദൈവം ഏൽപ്പിച്ച ഈ ഒരു നിയോഗത്തിൽ ഗുഡ്നസ് പ്രേക്ഷകരോട് മനസ്സ് തുറക്കുകയാണ് മോൺസിഞ്ഞൂർ ജോളി വടക്കനച്ചൻ. അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, എങ്ങനെയാണ് അച്ഛാ ഈ ഒരു നിയമനത്തെ, ദൈവം ഏൽപ്പിച്ചൊരു വലിയൊരു നിയമനമാണ്, ഒരു നിയോഗമാണ്. ഇതാദ്യമായി ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അച്ഛൻ ഇതിനെ സ്വീകരിച്ചത്? എന്തൊക്കെ വികാരങ്ങളായിരുന്നു അച്ഛൻ്റെ ഉള്ളിലൂടെ ആ സമയം കടന്നുപോയത്? ആദ്യമായി വാർത്ത വരുന്നത് ഞങ്ങളുടെ വൈദികരുടെ വിശദീകരണ ദിനമായിരുന്ന നവംബർ 13 വ്യാഴാഴ്ച. അന്ന് പ്രീസ്റ്റ് വെൽഫെയർ ഫണ്ടിൻ്റെ മീറ്റിംഗ് ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി പ്രസ്ബിറ്റേറിയം ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്ന സമയത്ത്, ഞാൻ സ്റ്റേജിൽ പിതാവിൻ്റെ ഒപ്പം ഇരിക്കുന്ന സമയത്താണ് വാട്സപ്പിൽ ഗൾഫ് മേഖലയിലേക്ക് സ്വാഗതം, അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഷോക്ക്ഡായിപ്പോയി. ഞാൻ എന്താണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ പുറകെ പിന്നെയും എനിക്ക് പരിചയമുള്ള പല ആളുകളുടെയും മെസ്സേജുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിലൊരാൾ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, പിതാവ് അറിഞ്ഞിട്ടില്ല, ഇവിടെ ആർക്കും ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തൊരു വാർത്തയാണ്, അതുകൊണ്ട് അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല, അത് വാസ്തവമായിരിക്കണം, ഫേക്ക് ന്യൂസുകളുടെ കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ റിയാക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ വീണ്ടും വന്നിരിക്കുമ്പോൾ വീണ്ടും അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വൈദിക സുഹൃത്തുക്കൾ പലരും അവിടെ നിന്ന് കൈ ഉയർത്തി കാണിക്കാൻ തുടങ്ങി. എല്ലാവരും മെസ്സേജ് കാണിക്കാൻ തുടങ്ങി. ഞാൻ അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ, പിതാവ് നമ്മളാരും അറിയാത്തൊരു വാർത്ത, നമുക്ക് സ്ഥിരീകരണമില്ലാത്തൊരു വാർത്തയാണല്ലോ അത്. അപ്പോൾ പിതാവ് അപ്പോൾ തന്നെ അവിടെ വെച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരണമില്ലാത്തൊരു വാർത്തയാണ്, പിതാവ് അറിഞ്ഞിട്ടില്ല, മേജർ ആർച്ച് ബിഷപ്പ് അറിഞ്ഞിട്ടില്ല, അച്ഛൻ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നേ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു റെസ്പോൺസ്. അപ്പോൾ ഞാനിങ്ങനെ ഷോക്ക്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത? ഒരു വർഷം മുമ്പ് ഇങ്ങനൊരു ആലോചന നടക്കുന്ന കാര്യം പിതാവ് എന്നോട് സൂചിപ്പിച്ചായിരുന്നു, പക്ഷേ അതിലേക്ക് നമ്മുടെ പേര് പരിഗണിക്കുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും അന്നില്ലായിരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഫീലിംഗ് ഉണ്ടായത്. പിന്നെ ആ ഒരു 3-4 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പലരും വിളിക്കുന്നു, പല രീതിയിലുള്ള മെസ്സേജുകൾ വരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഷോർട്ടായിട്ട് പറയാൻ എളുപ്പത്തിന് ഫേക്ക് ന്യൂസ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അഭിമന്യ തട്ടിൽ പിതാവ്, സീറോ മലബാർ സഭയുടെ തലവൻ പോളി പിതാവിനെ വിളിച്ച് നവംബർ 17 തിങ്കളാഴ്ച വൈകുന്നേരം 9:30 നേരത്ത് പിതാവ് എന്നെ വിളിക്കുന്നു. പോളി പിതാവ് എന്നെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെയുണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. എന്നിട്ട് പറഞ്ഞു പിറ്റേ ദിവസം, അതായത് നവംബർ 18 അതിൻ്റെ ഡിക്ലറേഷൻ നടത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് 3 മണിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ ഒപ്പം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പച്ചൻ്റെ ഓർമ്മദിനമായിരുന്നു അന്ന്. അവൻ തിരിച്ചന്ന് US പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് വാർത്ത വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല. അച്ഛൻ മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. മെയിൽ ചെക്ക് ചെയ്തിട്ട് ഒന്നും ഉണ്ടായില്ല. പക്ഷേ പിതാവിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അവിടേക്ക് ലെറ്റർ വന്നിട്ടുണ്ട്, സോ നമ്മളത് ആ രീതിയിൽ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ആ സമയത്താണ് നവംബർ 17 രാത്രി 9:30 ആണ് പിന്നീട് ഇതിനെക്കുറിച്ച് അത് സീരിയസ് ആയുള്ളൊരു വാർത്തയാണെന്നുള്ള ഒരു വിവരം അറിയുന്നത്. അപ്പോൾ എനിക്കപ്പോൾ ഒരു അവ്യക്തതയായിരുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടി വരിക, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന ശൈലി എന്തായിരിക്കണം
എൻ്റെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. എങ്കിലും ഞാൻ വൈദികനായിട്ട് 36 വർഷമായി. ഞാൻ ആവശ്യപ്പെട്ട മേഖലകളിലല്ല ഞാനിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് സഭയുടെ അധികാരികൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ കാര്യങ്ങളോട് 100% വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തൊരു ശൈലിയാണ് നാളിതുവരെ ഞാൻ പുലർത്തിയിട്ടുള്ളത്. അതേ ഒരു തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു. ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതായത് എൻ്റെ കഴിവോ എൻ്റെ മികവോ ഒന്നുമല്ല, തമ്പുരാൻ എന്നെ ഈ വഴി നടത്തിയിട്ടുണ്ട്. ആ വഴി നടത്തിയ ദൈവം ഇനിയും എന്നെ വഴി നടത്തുമെന്നുള്ള, കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ബോധ്യം എന്നെ നയിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വാർത്ത കേട്ടതിൻ്റെ പേരിൽ ഞാൻ എക്സൈറ്റഡോ വല്ലാതെ സന്തോഷിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സ് തോന്നുന്നുമില്ല. കാരണം ഞാൻ ഏത് ജോലി ചെയ്തപ്പോഴും 100% സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ അത്രയും സംതൃപ്തിയോടെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വാർത്ത, ടെൽ യു ദ ട്രൂത്ത്, അത് കൂടുതൽ എന്നെ സന്തോഷിപ്പിക്കുകയോ ഇനി ഈ വാർത്ത ശരിയല്ലെങ്കിൽ അതെന്നെ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നത് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം, അതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അച്ഛന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിയമനം, ഇപ്പോൾ അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന് പറയുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഇപ്പോൾ യൂറോപ്പിലൊരു അപ്പസ്തോലിക് വിസിറ്റേറ്റർ ഉണ്ട്, പിതാവുണ്ട്, സ്റ്റീഫൻ ചെറുപ്പ പിതാവ്. മലങ്കര സഭയ്ക്ക് പുതുതായിട്ട് ഇപ്പോൾ അപ്പസ്തോലിക് വിസിറ്റേറ്റർ യൂറോപ്പിലുണ്ട്. അപ്പോൾ ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക് വിസിറ്റേറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു പദവി എന്തായിരിക്കും? മെത്രാൻ്റെ ആ ഒരു പദവിയിലേക്കാണോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോഴത്തെ രീതിയിൽ അത് മെത്രാൻ്റെ പദവിയിലുള്ള ഒരു സേവന മേഖലയല്ല. എന്നോട് ആവശ്യപ്പെടുന്നത് ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് 2 വികാരിയാത്തുകൾ ഗൾഫ് മേഖലയിൽ, നോർത്തേൺ ആൻഡ് സദേൺ വികാരിയാത്തുകളുണ്ട്. ആ വികാരിയാത്തുകളോട് സഹകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭാവിശ്വാസികളുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് വത്തിക്കാനിന് സമർപ്പിക്കാനുമായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രവർത്തന മേഖല ഗൾഫിലുള്ള സീറോ മലബാർ സഭാവിശ്വാസികളുടേതായിട്ട് മാറണം. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു നിയമനത്തിന്? അതായത് ഗൾഫിൽ ഇപ്പോൾ നിലവിൽ സീറോ മലബാർ സഭയ്ക്ക് ഈ പറഞ്ഞ വികാരത്തുകൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് വിശ്വാസികളുണ്ട്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ സീറോ മലബാർ സഭയ്ക്ക് ഉണ്ട്, പ്രവാസികളായിട്ട് നമുക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ ഇതിൻ്റെ പ്രവർത്തന മേഖലയെ കാണാൻ പോകുന്നത്? ഈ പ്രവർത്തന മേഖല അതൊരല്പം ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയും കാലം ഇരിഞ്ഞാലക്കുട രൂപതയുടെ അകത്തളങ്ങളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു 8 വർഷം ഞാൻ KCBCയുടെ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 32 രൂപതകളെക്കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. സീറോ മലബാർ സഭയുടെ 13 രൂപതകളും, ലത്തീൻ സഭയുടെ 12 രൂപതകളും, മലങ്കര സഭയുടെ 7 രൂപതകളുമൊക്കെ ആയിട്ടും അവിടുത്തെ രൂപതാധ്യക്ഷന്മാരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ തന്നെയാണ് POCയിൽ ഞാൻ 8 വർഷക്കാലം ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുടയുടെ ഒരു ആളായിട്ടല്ല ഞാൻ ചെല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഞാൻ ഒരു തൃശ്ശൂർ അതിരൂപതയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന തൃശ്ശൂർ വിഭാഗത്തിൻ്റെ ഒരാളായിട്ടല്ല ഞാൻ അവിടെ എൻ്റെ പ്രവർത്തന മേഖലയെ കാണേണ്ടത്. ഞാൻ അവിടെ എല്ലാ രൂപതക്കാരുമായിട്ടുള്ള സീറോ മലബാർ വിശ്വാസികളെല്ലാവരെയും ഒരുപോലെ കാണാനും അവരെല്ലാവരുടെയും പങ്കാളിത്തത്തോടെ സഹകരണത്തോടെ പ്രവർത്തിക്കാവുന്ന ഒരു ശൈലിയാണ് ഞാൻ ഇനി പിന്തുടരേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സീറോ മലബാർ സഭയിലും പല പക്ഷങ്ങളുണ്ട്. ഒരു പക്ഷത്തിൻ്റെയും ആളാകാതെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും വലിയ ഒരു വെല്ലുവിളി ഞാൻ നേരിടേണ്ടതായിട്ട് വരിക എന്നെനിക്കറിയാം. ഒരു സീറോ മലബാറിൻ്റേതായിട്ടുള്ള ഒരു പൗരസ്ത്യ ഐഡൻറ്റിറ്റി അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആ ഒരു അപ്ബ്രിങ്ങിങ്ങിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്രയും കാലം നമുക്ക് അവിടെ ലഭിച്ച ശുശ്രൂഷകളിൽ സീറോ മലബാറിൻ്റേതായ തനതായ പാരമ്പര്യത്തിലുള്ള ശുശ്രൂഷകൾ ലഭിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്വതന്ത്ര അധികാരത്തോടു കൂടി അത് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കാലമായിട്ട് ഞാൻ
10 ഞാൻ ദോഹയിൽ ഞാൻ പോയിട്ടുണ്ട്. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ മലങ്കര കമ്മ്യൂണിറ്റിയുടെ ഇൻചാർജായിട്ടൊരു ഫാദർ മാത്യു അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സീറോ മലങ്കരയിലെ വിശ്വാസികൾക്കും അതുപോലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്കും വന്ന് ക്ലാസ്സുകൾ കൊടുത്തതും അവർക്ക് വേണ്ടി ടോക്കുകൾ നൽകിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നീട് കുവൈറ്റിൽ 2 പ്രാവശ്യം, എനിക്ക് 2014 2016 ഞാൻ അവിടെയുള്ള ക്വിസ് കോമ്പറ്റീഷൻ, അവിടെ മരുഭൂമിയിലെ ശബ്ദം എന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു മാഗസിനൊക്കെ പുറത്തിറങ്ങാറുണ്ട്. അവരുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താനായിട്ട് 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുകയുണ്ടായി. ഞാൻ കുവൈറ്റിലെ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അന്ന് 2000-ലധികം കുട്ടികളെങ്ങാണ്ട് അവിടെ പഠിക്കുന്നതായിട്ടാണ് അന്നത്തെ എൻ്റെ ഓർമ്മ. അപ്പോൾ അധ്യാപകരെ കാണുന്നു, ഞാൻ ഒത്തിരിയേറെ PTA ക്ലാസ്സുകൾ കൊടുക്കുക, അതൊക്കെ ഞാൻ അവിടെ ചെയ്ത് ഞാൻ ഓർക്കുന്നു. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ്. SMCA എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് അവിടെ ഉള്ളൂ. പക്ഷേ അവർ വിശ്വാസത്തിൽ വളരെ ആഴപ്പെട്ട് ജീവിക്കുന്നവരും കൂട്ടായ്മയിൽ ശക്തിപ്പെടുന്നവരൊക്കെ ആയിട്ട് തന്നെയാണ്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഭാഗീയത അവരുടെ ഇടയിലുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും ഞാൻ നടത്തേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും. ഒപ്പം അവിടെ ഇപ്പോൾ സഭയ്ക്ക് ഇപ്പോൾ ദേവാലയങ്ങൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ? ഇപ്പോൾ അച്ഛൻ അവിടേക്ക് ചെന്നാൽ പോലും അതിൻ്റെ ഒരുപാട് ഇപ്പോൾ ബിൽഡിങ്സ് ആയാലും അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലകളല്ലായാലും അതിനെങ്ങനെയാണ് വെല്ലുവിളിയായിട്ട് കാണുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കൊരു ന്യൂ ഡെഫിനിഷൻ ഫോർ ദ ചേർച്ച് നമുക്ക് ആവശ്യമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇവിടെ കേരളത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ സഭാപരമായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത്. വലിയൊരു പള്ളി, അതിനോട് ചേർന്ന് പള്ളിമേട, വലിയൊരു രൂപത, വലിയ സംവിധാനങ്ങൾ, ഹാളുകൾ, കാര്യങ്ങൾ. നാം മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. റെസ്പെക്റ്റ് നമുക്ക് അവിടെയും ആവശ്യമാണ്, പരസ്പരം മ്യൂച്വൽ റെസ്പെക്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം രാജ്യത്തിന് അവരുടേതായിട്ടുള്ള നിയമസംഹിതകളും അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്കവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ചെന്ന് എനിക്കൊരു വലിയ പള്ളി പണിയാനായിട്ട് ഞാനിരുന്ന 36 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പിരിവ് നടത്തുന്ന ഒരു അച്ഛൻ എന്നുള്ള ലേബിൾ എനിക്കിതുവരെ കിട്ടാത്തൊരു ലേബിളാണ്. ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞാൻ എവിടെയൊക്കെ ആയിരുന്നെങ്കിലും അത് നല്ല കാര്യങ്ങൾ ഒത്തിരിയേറെ നടന്നിട്ടുണ്ട്, ഒത്തിരിയേറെ ആളുകളുടെ കോഓപ്പറേഷനോട് കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ എൻ്റെ പ്രസംഗങ്ങളോ പുൾപിറ്റുകളോ പണപ്പിരിവിന് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിച്ചിട്ടില്ല. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അതൊക്കെ എങ്ങനെയാണ്, അത് അവിടുത്തെ ജനങ്ങളുടെ ഒരു നീഡാണോ, അത് ജനങ്ങൾക്കത് ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ ആ ജനം അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാട് അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ജനഹൃദയങ്ങളിൽ പള്ളി പണിയുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്കുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ നൽകേണ്ട ഒരു ദർശനം എന്ന് പറയുന്നത് ദ കമ്പാഷനേറ്റ് ഫേസ് ഓഫ് ക്രൈസ്റ്റാണ്. ക്രിസ്തുവിൻ്റെ ആ ഒരു കരുണാർദ്രമായ മുഖവും സമീപനവും ഇന്ന് ജനത്തിന് ആവശ്യമാണ്. ഒത്തിരിയേറെ പേർക്ക് ഇന്ന് അത് ഇല്ലാതെ പോകുന്നു. നമുക്ക് കൊടുക്കേണ്ട പാസ്റ്ററൽ കെയർ മെയിനായിട്ട് അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗൾഫിൽ നമുക്കറിയാം പല എക്സ്ട്രീമുകളിലൂടെ ജീവിക്കുന്നവരുണ്ട്. മേൽത്തട്ടിലുള്ള ഒരു വിഭാഗത്തെ അല്ലല്ലോ നമ്മൾ മെയിനായിട്ട് കാണേണ്ടത്. നമ്മുടെ ഗൾഫ് മേഖലകളിൽ ഈ ബെന്യമിൻ്റെ ആടുജീവിതത്തിലൊക്കെ പറയുന്ന പോലെയുള്ള കഥാപാത്രങ്ങൾ ഒത്തിരിയേറെ ലേബർ ക്യാമ്പുകളിലും ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹം ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഒരു ബലിയർപ്പണത്തിനായിട്ട് വരുമ്പോൾ ശാന്തമായും അതോടൊപ്പം തന്നെ സ്വസ്ഥമായും ഒരു അവകാശത്തോടു കൂടെ തന്നെ ഇത് ഞങ്ങളുടെ സഭയാണ് എന്ന് പറയുന്ന ആ ബോധ്യത്തോടു കൂടെ കടന്നു വരുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അല്ലാതെ അവിടെ വിഭാഗിതയോടുകൂടെ നീ തെക്കാണോ വടക്കാണോ
എന്ന് ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിൻ്റെ മനോഭാവങ്ങൾ എന്താണ്, ഇതൊന്നും അല്ലല്ലോ നമുക്ക് ആവശ്യം. ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുന്നൊരു സമൂഹത്തിന് അവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു അജപാലന പദ്ധതി കാലാനുസൃതമായ രീതിയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ 2 വികാരിയത്തുകളുണ്ട് ലത്തീൻ സഭയുടെ. അപ്പോൾ അവരോട് കൂടി ചേർന്നായിരിക്കണം അച്ഛനും പ്രവർത്തിക്കേണ്ടത്. അതിനെങ്ങനെയാണ് കാണുന്നത്, അവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും? എനിക്കിപ്പോഴും ഇങ്ങനെ 2 വികാരിയത്തുകൾ നിലവിലുണ്ട് എന്നുള്ളതല്ലാതെ ആരാണ് അവിടുത്തെ ബിഷപ്സ് എന്നോ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തന ശൈലി എന്നോ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എനിക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ഓർഡർ ഇതുവരെ വ്യക്തിപരമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഇനി ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ സീറോ മലബാർ സഭയുടെ മൈഗ്രൻ്റ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുശേഷം വലിയ പിതാവ് പറയുന്നതനുസരിച്ച് അവിടെ ഒന്ന് പോയി അവിടുത്തെ ഒരു ഗ്രൗണ്ട് ലെവൽ എന്താണ് ആ ഒരു സ്റ്റഡി ഒന്ന് നടത്തേണ്ടതായിട്ട് വരും. അതിനുശേഷം റിപ്പോർട്ടുകൾ വത്തിക്കാനിലേക്ക് കൊടുക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും അച്ഛൻ്റെ കർമ്മപദ്ധതി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും പ്രയോറിറ്റീസ് എന്തൊക്കെയായിരിക്കും സീറോ മലബാർ സഭ ഒരുപാട് നാളായിട്ട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നിയമനമാണ്. പലപ്പോഴും തട്ടിൽ പിതാവിൻ്റെ ഒക്കെ പല പ്രസംഗങ്ങളിലും ഈ ഗൾഫ് മേഖലയിലെ വിശ്വാസികളെ കുറിച്ച് പറയും, അവിടേക്ക് നമുക്ക് വേണം, അതിന് വത്തിക്കാൻ അനുഭാവപൂർവ്വം അത് പരിഗണിക്കും എന്ന രീതിയിലൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. അവസാനം അത് വലിയൊരു സന്തോഷത്തോടെ എത്തിയിരിക്കുകയാണ്. സഭ മുഴുവൻ സന്തോഷത്തോടെ തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ, സഭാപരമായ ചില ഹാൻഡിൽസിൽ ചില രീതി മോശമായ രീതിയിൽ പലപ്പോഴും വരുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളത് അതിശയിപ്പിച്ചു, എന്തുകൊണ്ടെന്നറിയില്ല. കാരണം ഞാനിത് പറയുമ്പോൾ 2013 മുതൽ എനിക്ക് അച്ഛനെ പേഴ്സണലായിട്ട് അറിയാം. POCയിൽ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ലോഗോസ് ക്വിസുമായി ബന്ധപ്പെട്ട് ഞാൻ പേഴ്സണലായിട്ട് അച്ഛനായിട്ട്, അതിനുശേഷം ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഒരുപാട് വർഷങ്ങളായിട്ട് അച്ഛനെ പല മേഖലയിലൂടെ അറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം സ്പിരിച്വൽ അച്ഛൻ ബൈബിൾ ക്വിസ് ഒരു വർഷം നടത്തിയിട്ടുണ്ട്, ടെക്നിക്കലായിട്ട് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മീഡിയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം സാമൂഹിക മേഖലയിൽ ഈ കഴിഞ്ഞ നാടുകളിൽ ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളിലും ശക്തമായ ഭാഷ അച്ഛൻ വരുന്നത് കണ്ടിരുന്നു. പത്രത്തിൽ നിൽക്കുന്ന ഒരു രീതിയിൽ ഒരു ഉചിതമായ നിയമനം എന്ന രീതിയിൽ വരുമ്പോൾ പലപ്പോഴും ചില വ്യക്തികൾ, ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് മോശമായ രീതിയിലേക്ക് ഒക്കെ ഒന്ന് വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ അച്ഛൻ കാണുന്നത്? ഞാൻ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസിനോട് ഞാൻ കാര്യമായിട്ട് പ്രതികരിക്കാറില്ല. കാരണം എന്നെ അറിയുന്നവർക്ക്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇത്തരം കമൻറ്റുകൾ കൊണ്ട് അവർക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാറ്റാൻ പറ്റില്ല. എന്നെ അറിയാത്തവർ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അവരെ ബോധവൽക്കരിച്ച് അവരെ തിരുത്താനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏത് ഇടവകയിൽ ചെന്നാലും ഞാൻ ആദ്യം അവരോട് പറയുന്നത്, ഐ നീഡ് എ കൂളിംഗ് ടൈം, യു ഓൾസോ നീഡ് ഇറ്റ്. അതായത് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഒരല്പസമയം നമുക്ക് അനുവദിക്കാം. ഒരു 6 മാസത്തെ സമയം നിങ്ങളൊന്ന് എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ഞാൻ നിങ്ങളെയും ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനിടയിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം. ഞാൻ ഇടവക പള്ളിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ അവർക്കൊരു സജഷൻ ബോക്സ് വെക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ, യു റൈറ്റ് ടു മീ, വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞോളൂ അല്ലെങ്കിൽ എഴുതിക്കോളൂ, ഞാനതിന് പരിഹാരം കണ്ടെത്താം. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പറയുന്നവരോട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ, യു ടോക്ക് ടു മീ. ഞാൻ എന്താണ് എന്ന് എന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നിലപാടുകളുള്ളൊരു വൈദികൻ തന്നെയാണ് ഞാൻ നിലപാടുകൾക്ക് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് സഭയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ വിവാദം സൃഷ്ടിച്ചത് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയാണ് തുടങ്ങിയത്. അന്ന് എനിക്ക് തോന്നി അത് ശക്തമായിട്ട് സഭ പ്രതികരിക്കേണ്ട സമയത്ത് അത് പ്രതികരിക്കണമെന്നുള്ളത് എൻ്റെ കടമയായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ശത്രുക്കളെ ഉണ്ടാക്കി. ഞാൻ ആ വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്തത്, വ്യക്തികളെയല്ല, വിഷയത്തെ അഡ്രസ്സ് ചെയ്തു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ വിഷയം ഉണ്ടായപ്പോഴും മറ്റ് അംബികാപൂരിലെ വിഷയം ഉണ്ടായപ്പോഴും അതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ ശക്തമായ പ്രതിഷേധം, അത് പറയുമ്പോൾ സൗമ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് തെരുവിലെ പ്രസംഗങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത്, തെരുവോരങ്ങളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുന്ന സമയത്ത് അല്പം കൂടിയും കാർക്കശ്യത്തോടെ സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം തന്നെ ഞാൻ സഭാ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും
അത് ഒരു നെഗറ്റീവ് ക്രിറ്റിസിസം ആയിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചിട്ട് തന്നെയാണ്. ഒരു ഇൻസൈഡ് ക്രിറ്റിക്കാണ് ഞാൻ. അത് പറയുമ്പോൾ ചില ആളുകൾക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് us വെയിറ്റ്, അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻസ് കേട്ടതിൻ്റെ പേരിലും അത് കണ്ടതിൻ്റെ പേരിലും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇനി ഞാൻ തിരുത്തേണ്ടതുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു തെറ്റാവരമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ എനിക്കറിയാം. ആകെ എനിക്ക് ഉള്ളൊരു ഉറപ്പ് എന്നെ ശക്തിപ്പെടുത്തുന്ന തമ്പുരാനാണ്. അത് ഞാൻ ഇന്നലെ പബ്ലിക് വേദിയിൽ ഞാൻ പറയുകയുണ്ടായി. തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വചനം ഞാൻ പറയുകയുണ്ടായിരുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണ്. കാരണം തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ അവിടുന്ന് നിയമിച്ചുകൊണ്ട് അവിടുന്ന് എന്നെ കുറേ കൂടി വിശ്വസ്തതയിലേക്ക് നയിച്ചിരിക്കുന്നു. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഞാനൊരു പാട്ട് നില പാടുകയുണ്ടായി, ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈ പിടിച്ചു നടത്തുന്ന ദൈവം. എനിക്കങ്ങനെ എൻ്റേതായിട്ട് അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല. എന്നേക്കാൾ അറിവും കഴിവും ആത്മീയതയും അനുഭവ സമ്പത്തുള്ള ഒത്തിരിയേറെ വൈദികർ ഈ രൂപതയിലും അതുപോലെ തന്നെ മറ്റു രൂപതകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അത് എന്നെ പറയുമായിരുന്നുള്ളൂ. അതായത് എന്നേക്കാൾ ഈ ഒരു പോസ്റ്റിന് സാധ്യതയുള്ള കുറേയേറെ പേരുള്ളപ്പോൾ ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കുമെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് ഒരിക്കൽ പോലും ഒരു പോസ്റ്റിൻ്റെയും പുറകെ ഞാൻ പോയിട്ടില്ല, പോകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇടപെട്ടതിൻ്റെ പേരിൽ ഞാൻ എന്നാൽ പിന്മാറുന്നെന്ന് പറഞ്ഞ് അങ്ങനെ പിന്മാറാനായിട്ട് അതിന് ഞാൻ തയ്യാറുമല്ല. എന്ന് വെച്ചിട്ട് സഭ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് അത് ദൈവം നിശ്ചയിക്കുന്നൊരു കാര്യമാണ്. വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാൻ മാത്രമേ എനിക്കറിയുള്ളൂ. തീർച്ചയായിട്ടും സഭ അച്ഛനെ ഈ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ അച്ഛൻ റോമിൽ നിന്ന് പഠിച്ച് വന്നതാണ് അല്ലേ? അവിടെ നിന്നായിരുന്നു പഠിച്ച് വത്തിക്കാനിലുണ്ടായിരുന്നു. ഒപ്പം ഈ പറഞ്ഞ പോലെ KCBCയുടെ മീഡിയ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. മീഡിയ രംഗത്ത് അച്ഛൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ബൈബിൾ അപ്പോസ്റ്റ് രംഗത്ത് ഇപ്പോൾ വികാരി ജനറലായിട്ട് ഇരിഞ്ഞാലക്കുട രൂപതയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം അച്ഛൻ്റെ ഈ ഒരു പുതിയ ദൗത്യത്തിൽ ഉപകാരപ്രദമാവുന്നത് അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ മാധ്യമരംഗത്തെ ആയാലും അച്ഛന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. അതെങ്ങനെ അച്ഛനെ ഉപയോഗിക്കും? ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഒരു സീനിയർ സിറ്റിസനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആണെങ്കിൽ ഞാൻ റിട്ടയറബിൾ ഏജിലുള്ള ഒരാളാണ്. എന്നാൽ 36 വർഷത്തെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ അത് പകരം വയ്ക്കാനാകാത്തൊരു അനുഭവ സമ്പത്ത്. അതിന് കിട്ടിയ ഒരു അവസരത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഞാൻ കുറ്റിക്കാട് പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ടാണ് ആരംഭിക്കുന്നത് 1990. അന്ന് ദിവംഗതനായ ഇഗ്നേഷ്യസ് ചുങ്കത്തച്ഛനായിരുന്നു എന്നെ ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ വികാരിയച്ഛനായിരുന്നു. പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടെ അച്ഛൻ എന്നെ ആ കാലഘട്ടത്തിൽ ചേർത്ത് നിർത്തിയായിരുന്നു. അന്ന് ഞാൻ അവിടെ ഒരു മണിമാളിക പണിയാൻ ഞാൻ തന്നെയാണ് ഇനീഷ്യേറ്റീവ്. ഇന്നും ആ മണിമാളിക അവിടെയുണ്ട്. അവിടുത്തെ ആ ഒരു ചെറുപ്പത്തിൽ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നൊരു മേഖല. അതുപോലെ തന്നെ അന്ന് സൈക്കിളിലാണ് ഞാൻ ഇടവകയിൽ മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്നാണ് ഞാൻ താണിശ്ശേരിയിലേക്ക്, തെക്കൻ താണിശ്ശേരിയിലേക്ക് വരുന്നത്. തെക്കൻ താണിശ്ശേരിയിൽ ഇപ്പോൾ പുതിയ ദേവാലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ അന്ന് ജോൺ വാഴപ്പള്ളി അച്ഛനായിരുന്നു അവിടെ വികാരി അച്ഛൻ. അച്ഛനും മരിച്ചുപോയി. അച്ഛൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അന്നും ഞാനിതുപോലെ അന്ന് തുമ്പരശ്ശേരി, കാക്കുളിശ്ശേരി, അതുപോലെ തന്നെ സ്നേഹപുരം, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഒരുമിച്ചായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് അവിടെ ആ ദേവാലയ നിർമ്മാണം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൂഴൂർ, പാറക്കടവ് പള്ളികളിൽ 2 പള്ളികളിലെ വികാരിയായിട്ട് 2 വർഷം ഉണ്ടായി. പിന്നീടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോയത് ഞാൻ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് മാധ്യമ മേഖലയെക്കുറിച്ചാണ് അന്നത്തെ ഒരു പഠന കാലഘട്ടത്തിൽ ഞാൻ പൂർത്തിയാക്കിയത്.
അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് എനിക്ക് ഇപ്പോഴത്തെ ഇരിഞ്ഞാല രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ പിതാവെന്ന് മതബോധന ഡയറക്ടറായിരുന്ന സമയത്ത് പിതാവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് മതബോധന കേന്ദ്രത്തിലായിരുന്നു ഞാൻ 2 വർഷം അസിസ്റ്റൻ്റായിരുന്നു. ആ കാലയളവിൽ തന്നെ ഞാൻ കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിൻ്റെ വികാരിയായിരുന്നു. ആ ഇടവക ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ആ കമ്മ്യൂണിറ്റിയോട് സഹകരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ ആ ജൂബിലി വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിഞ്ഞു. പിന്നെ ഞാൻ കാറ്റീസൺ ഡയറക്ടറായി, മീഡിയയുടെ ഡയറക്ടറായി, ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ ഡയറക്ടറായി, ജസ്റ്റിസ് ഫോറം ഡയറക്ടറായി. ആ സമയത്താണ് ഞാനൊരു ദർശൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പ് തുടങ്ങി. നാടകത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാലം സഞ്ചരിച്ചു. പുറമെ പ്രൊഫഷണൽ നാടകമായിട്ട് പോയിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലുള്ള മേഖലകളിൽ അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കുറച്ച് ഇഫക്റ്റീവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പുത്തഞ്ചിറ ഫൊറോനയിൽ വികാരിയായിട്ട് പോകുന്നത്. 2 വർഷം പുത്തഞ്ചിറ വികാരിയായിരിക്കുന്ന സമയത്താണ് POCയിലേക്ക്, അന്ന് സ്റ്റീഫൻ ആലത്തറയച്ചനാണ് POC ഡയറക്ടറായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമായിരിക്കണം അന്ന് ആൻഡ്രൂസ് പിതാവ് KCBCയുടെയും കൂടി ചുമതലയിലുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ അവിടെ POCയിലേക്ക് എത്തുന്നത്. ആദ്യം ഡീൻ ഓഫ് സ്റ്റഡീസ് ആയിട്ട് അവിടുത്തെ ദൈവശാസ്ത്ര കോഴ്സുകളുടെ ചാർജായിരുന്നു. പിന്നെ മീഡിയ വിങ്ങിലേക്ക് മാറി. അപ്പോൾ അതിനിടയ്ക്ക് ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ ലോഗോസ് ക്യൂസ്, അപ്പോൾ അതിനെ ഒന്ന് ഈ രീതിയിലേക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ തുടക്കക്കാരാണ്. ഡിജോൻ അറിയാം, അത് ഭയങ്കര എഫർട്ട് നമ്മളെടുത്ത കാര്യമൊക്കെ. അത് ജോഷി മയ്യാറ്റിലച്ചനായിരുന്നു. അത് നല്ലൊരു ടീം വർക്കായിരുന്നു. സൈറസിനും കഴിഞ്ഞതിന് ശേഷമാണ് ജോഷി അച്ഛൻ വരുന്നത്. ഞങ്ങൾ നല്ലൊരു ടീം വർക്ക് അന്ന് POCയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ രൂപതകളുമായിട്ട് പിതാക്കന്മാരായിട്ട് നല്ലൊരു കണക്ഷനായിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു, വലിയൊരു ശക്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ മേലഡൂർ പള്ളി വികാരിയാകുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഫ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാണ്. വലിയൊരു ചലഞ്ചായിരുന്നു. കോവിഡ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകണോ, ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യണോ എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ഞാൻ പറയും ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്. നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ ശുശ്രൂഷകൾ ലഭിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് റിസ്ക് എടുത്താലും നമ്മൾ ചെയ്യണം. അവിടുത്തെ എൻ്റെ യുവജനങ്ങൾ കൂടെ നിന്നു. ടാസ്ക് ഫോഴ്സ് ഗംഭീരമായിട്ട് ഞങ്ങൾ 3 വർഷം അവിടെ മേലഡൂർ ഇടവകയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇതര മതസ്ഥരുമായിട്ടുള്ള ആഘോഷങ്ങളും സംവിധാനങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ലൊരു അന്തരീക്ഷം എനിക്ക് അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ ചാലക്കുടി പള്ളിയിലേക്ക് വരുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ നമ്മുടെ വിശ്വാസികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണത്. ടൗണിലെ പള്ളിയാണ്. വന്നപ്പോൾ തുടങ്ങി ഞാൻ അവരോട് പറയും, കാലാനുസൃതമായില്ലെങ്കിൽ കാലഹരണപ്പെടും. അതുകൊണ്ട് നമുക്ക് കാലാനുസൃതമായ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എന്നാൽ ആത്മീയ നവീകരണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പല രീതിയിലുള്ള കർമ്മപരിപാടികളുമായിട്ട് നമ്മൾ തുടങ്ങി. സാമൂഹിക വിഷയങ്ങളുണ്ടാകും, പ്രതികരിക്കും, ഇറങ്ങും. കൂടെ നിൽക്കാനായിട്ട് അവിടുത്തെ ഒരു നല്ലൊരു കുടുംബ സമ്മേളന കേന്ദ്രസമിതിയും കൈക്കാരന്മാരുടെ ടീമും പാരിഷ് കൗൺസിലും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ക്രിസ്മസൊക്കെ ഞങ്ങൾ ഭയങ്കര ആഘോഷമാക്കി. തിരുനാളുകളും അതിൻ്റെതായിട്ടുള്ള നിങ്ങളും വൈറലാക്കി ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. പിതാവിനെ വിളിച്ചു. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇനിയിപ്പോൾ ഞാൻ 2 വർഷമായിട്ടുള്ളൂ, 2 വർഷം തികഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകാം വേറെ ആരെങ്കിലും കണ്ടെത്തണം എന്ന് പറഞ്ഞു. പിതാവ് നിർബന്ധമായിട്ട് ഈ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് പറയുന്നു. അന്ന് ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കൂടിയ സമയത്താണ് പിതാവ് ഈ ഒരു കടലാസ് തരുന്നത്. എന്തെങ്കിലും മറുപടി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൽ പത്രോസ് എന്നോട് പറഞ്ഞതുപോലെ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോവുകയും ചെയ്തു. പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈ നീട്ടുകയും മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും. ഇതാണ് എനിക്ക് തോന്നുന്ന ഫീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കയറി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ലൊരു ടീം വർക്ക് ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ പിതാവാണെങ്കിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു. ഇടവകകളിൽ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു, പോകുന്നു, സംസാരിക്കുന്നു, കാണുന്നു. എപ്പോഴും ഇങ്ങനെ ഒരു വേറെ ലെവലിലുള്ള ഒരു ആക്ടിവിറ്റീസിലൂടെ കടന്നുപോയി. ഇതൊക്കെ എനിക്ക് കിട്ടിയ എന്താ പറയുക, പകരം വയ്ക്കാനാകാത്ത അനുഭവ സമ്പത്താണ്. എന്നാൽ ഇതും ഇനിയുള്ള മേഖലയിലെ അനുഭവ സമ്പത്തും എനിക്ക് എങ്ങനെയാവും എനിക്കറിയാൻ പറ്റില്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഈ കാലയളവിൽ കിട്ടിയ അനുഭവ സമ്പത്ത് ഉപകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തമ്പുരാൻ ഒന്നും അറിയാതെ ഇത്രയും നാളെ എന്നെ തമ്പുരാൻ നയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനൊരു ബലഹീനനാണ്, എൻ്റേതായിട്ടുള്ള അഹങ്കരിക്കാൻ എനിക്കൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ഞാൻ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്താ പറയാ പാട്ടില്ലേ, എന്നാ ഇപ്പം ചെയ്യ കൃപയൊന്നല്ലാതെ എന്നാ പറയാനാന്നേലെ.
അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊക്കെ ഈ പറയുന്ന ബോബിച്ചൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉള്ളിലേക്ക് വലിക്കുന്നൊരു ശ്വാസവും പുറത്തേക്ക് വിടുന്നൊരു ശ്വാസവും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പല്ലേ മനുഷ്യൻ്റെ ജീവിതമുള്ളൂ. അത് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഒരു ദിവസം തന്നെ ഒരു 1,70,000-ത്തിലധികം ആളുകൾ ഈ ലോകത്ത് നിന്ന് എല്ലാ പ്രായത്തിലുള്ളവരും കടന്നു പോകുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? എന്താ നമുക്ക് മേന്മയായിട്ടുള്ളത്? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുക, അതാണിത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെ ഞാൻ വിചാരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അച്ഛാ, അവസാനമായിട്ട് ലക്ഷക്കണക്കിന് വിശ്വാസികൾ, ഏകദേശം 5 ലക്ഷത്തോളം വിശ്വാസികൾ, സീറോ മലബാർ വിശ്വാസികൾ ഗൾഫ് മേഖലയിലുണ്ട്. അവർ അച്ഛൻ്റെ വരവ് കാത്തിരിക്കുകയാണ് ഇപ്പോൾ. അവരോട് എന്താണ് അച്ഛന് ആദ്യമായി പറയാനുള്ളത്? അതൊരു ചോദ്യം. തീർച്ചയായിട്ടും വളരെ തുറന്ന മനസ്സോടുകൂടിയാണ്, പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും അവലംബിച്ചിരുന്നൊരു ശൈലിയുണ്ട്. തുറവിയോടെ സംവദിക്കാനും എളിമയോടെ ശ്രവിക്കാനും സ്വീകരിക്കാനും തയ്യാറാകുന്ന ഒരു സഭ. ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങളെ കേൾക്കാൻ ഞാനുണ്ടാകും. നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങളെ തീർച്ചയായിട്ടും സിനഡിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാവർത്തികമാക്കാൻ സഹായിക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം എൻ്റെ മനസ്സിലില്ല. സഭയുടെ ദർശനങ്ങളോട് ചേർന്നുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഗൾഫിലെ എൻ്റെ സീറോ മലബാർ വിശ്വാസികളോട് പറയാനുള്ളത്. ഓക്കെ സാർ, എന്തായാലും ഒരുപാട് നന്ദി. ഇത്ര നേരം അച്ഛൻ ഞങ്ങൾ വളരെ തിരക്കുള്ള മോസ്റ്റ് വെൽക്കം. ഞാൻ ഗുഡ്നസ് എനിക്കെപ്പോഴും എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോലെ ഫ്രീഡം ഉള്ളൊരു ഇടമാണ്. ഞാൻ എപ്പോഴും അവിടുത്തെ പ്രോഗ്രാമുകളിൽ സഹകരിക്കുന്നതാണ്. അപ്പം നന്ദി നിങ്ങളുടെ നല്ല മനസ്സിന്. ഓക്കെ സാർ, ഒരുപാട് നന്ദി. താങ്ക് യു.